ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5-ന്, വോട്ടെണ്ണൽ ഫെബ്രുവരി 8-ന്, ജനുവരി 17-ന് മുൻപ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. അനൂപ് ദാസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, ഡൽഹി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്, ഇനി ഒരു മാസം തികച്ചില്ല, തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ്. മൂന്നാം വട്ടവും ഡൽഹി ഉറപ്പിക്കാനുള്ള തിരക്കിട്ട പ്രയത്നത്തിലാണ് ആം ആദ്മി. പക്ഷേ ഇത്തവണ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൽ BJP ഈ തീയതി വരുന്നതിന് മുൻപ് തന്നെ കളത്തിലിറങ്ങി പ്രധാനമന്ത്രി ഉണ്ട് അവിടെ. അതെ, തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ആം ആദ്മി പാർട്ടിയും BJPയും കോൺഗ്രസും എല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോയി റാലികൾ ആരംഭിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പ്രധാനമന്ത്രിയുടെ റാലി രോഹിണിയിൽ നടന്നത്. അതിരൂക്ഷമായ വിമർശനങ്ങൾ കെജ്രിവാളിനെതിരെ ചൊരിഞ്ഞുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് റാലിയായിരുന്നു. അതിനു മുൻപ് കെജ്രിവാൾ ആണെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിന്നു. അതിഷിയെ മുഖ്യമന്ത്രിയാക്കി പാർട്ടിയെ നയിക്കുമെന്ന് പ്രഖ്യാപിച്ചു. 70 സീറ്റുകളിലും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടി ഓരോ വീടുകളിലും കയറി ഇറങ്ങി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. BJP ഇതുവരെ പ്രഖ്യാപിച്ചത് 29 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ, കോൺഗ്രസ് 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. എല്ലാവരും പ്രചാരണത്തിൽ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ തീയതി കൂടി വന്നതോടുകൂടി ഇനിയുള്ള മുന്നിലുള്ള ദിവസങ്ങളൊക്കെ തന്നെ ഡൽഹിയെ സംബന്ധിച്ച് പ്രചാരണ തിരക്കിന്റെ ദിവസങ്ങളാണ്. ആം ആദ്മി പാർട്ടിയുടെ ചിന്ത അവർ നടപ്പിലാക്കിയ വികസന പദ്ധതികളാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് വൈദ്യുതി നിരക്ക് സൗജന്യമായി ജനങ്ങൾക്ക് നൽകുന്നത്, രണ്ടാമത്തേത് കുടിവെള്ള വിതരണം, ഒപ്പം തന്നെ മൊഹല്ല ക്ലിനിക്കുകൾ. അത് സാധാരണക്കാർക്ക് ഈ ആരോഗ്യ മേഖലയിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് വലിയ ഗുണമുണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ അവർ നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കരണങ്ങളെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിൽ ഡൽഹിയിലെ കുറേ സ്കൂളുകൾ എത്തിയിട്ടുണ്ട്. അതെല്ലാം വോട്ടായി മാറുമെന്ന് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കുന്നു. അതേസമയം BJP ആണെങ്കിൽ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുമായി വന്ന അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ പാർട്ടിയും അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നു എന്ന ആരോപണമാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ വീട് മോടി പിടിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചു എന്നും BJP ആരോപിക്കുന്നുണ്ട്. അധികാരത്തിലെത്തിയാൽ ആം ആദ്മി പാർട്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ ഒന്നും തന്നെ മുടക്കില്ല, എന്നാൽ പുതിയ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന ഉറപ്പും BJP ജനങ്ങൾക്ക് നൽകുന്നു. കോൺഗ്രസ് ആണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം മത്സരിച്ച് ഒരുമിച്ച് വോട്ട് പിടിക്കാൻ പോയ കോൺഗ്രസ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ അതിരൂക്ഷമായി കുറ്റപ്പെടുത്തി രംഗത്ത് വന്ന് പ്രചാരണത്തിൽ സജീവമായിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന് എത്ര മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിൽ നേതാക്കൾക്ക് തന്നെ വലിയ അവ്യക്തതയുണ്ട്. എങ്കിൽ കൂടി ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റിന് തന്നെയാണ് ഡൽഹിയിൽ കളമൊരുങ്ങുന്നത്. 62 ഇടത്താണ് കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി വിജയിച്ചത്. 8 ഇടത്ത് മാത്രം വിജയിച്ച BJP പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ മുന്നേറ്റം ഡൽഹിയിൽ നടത്തി മുഴുവൻ സീറ്റുകളും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ത്രികോണ മത്സരമാണ് ഇത്തവണ ഡൽഹിയിൽ. അതിനുള്ള തീയതി കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മാസം തികച്ചില്ല, തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഡൽഹി നീങ്ങുകയാണ്.